ഉപ്പാരോട് ഞാൻ ചോദിക്കാം, 10ഉം 12ഉം മക്കളുണ്ട്, നമ്മൾ മരിച്ചിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മോനില്ലെങ്കിൽ എങ്ങനെയാ ഖബറിന്റെ അടിയിൽ കിടക്കുക? നമുക്കതിന്റെ തിരിച്ചറിവ് വേണ്ടേ? എന്താ നമ്മുടെ മക്കളുടെ അവസ്ഥ? നിസ്കാരമില്ല, നോമ്പില്ല, ദീനില്ല, വാപ്പാരാന്നറിയില്ല. ഉമ്മാരെ വാപ്പ ഒരു ATM കാർഡ്, പൈസ കൊടുക്കണ ഒരു സാധനം, ഒരു കുന്തം. ഉമ്മ വാഷ് മെഷീനും. ഇവരിങ്ങനെ രാവും പകലും ഇട്ട് വന്ന ആ കട്ടിയുള്ള പാന്റിൽ നിറഞ്ഞ ചളിയുള്ള എല്ലാ വസ്ത്രങ്ങളും തിരുമ്പിയിട്ട് ഉണക്കിയിട്ട് ഇസ്തിരിട്ട് കൊടുക്കുന്ന ഒരു വാഷ് മെഷീൻ സാധനം. വാപ്പ ATM കാർഡ്. ഇങ്ങനെ മതിയോ മക്കള്? എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക്. വണ്ടിക്ക് വണ്ടി, മൊബൈലിന് മൊബൈല്, കാശിന് കാശ്, കാറിന് കാറ്, യാത്രക്ക് യാത്ര. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഏത് കുപ്പായ ധരിക്കേണ്ടെന്നുള്ള വാപ്പാന്റെ തീരുമാനം. അപ്പൊ വാപ്പി ഓനും ഏതാ ധരിക്കേണ്ടെന്നുള്ള ഓന്റെ തീരുമാനം. ഓ മാത്രല്ല, വാപ്പ ഏതാ ധരിക്കേണ്ടത്, നമ്മളേതാ കഴിക്കേണ്ടത്, നമ്മളേതാ ഉടുക്കേണ്ടത്, നമ്മളെവിടെ ഉറങ്ങേണ്ടത്, ഇതൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ വാപ്പാനും മാനും തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ യൂണിഫോം ഇടാൻ പറ്റിയത്. ഇപ്പൊ അങ്ങനെയല്ല. 10 വയസ്സുള്ള കുട്ടിയാണ് വീട്ടിൽ തീരുമാനിക്കുന്നത് ഉമ്മ ഏത് ഡ്രസ്സാണ് അണിയേണ്ടത് കല്യാണത്തിന് മുമ്പ്, വാപ്പ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എനിക്ക് ഏതാണ് വേണ്ടത്. ആ 10കാരനായ 8ഉം പൊട്ടും തിരിയാത്ത ഈ കുഞ്ഞുമോന്റെ അഭിപ്രായം കാണും വാപ്പ ലംഘിച്ചാൽ പിന്നെ വാപ്പയല്ല, പിന്നെ ATM കാർഡ്. ഉമ്മയല്ല, വാഷ് മെഷീൻ. എവിടേക്കായി പോക്ക്? കുട്ടികളുടെ മുഴുവൻ ബന്ധം ഈ സോഷ്യൽ ഇതിങ്ങനെ തുറന്നു വെച്ചിട്ട് അതിലേക്ക് ആർത്തിയോടെ നോക്കി കണ്ണും നട്ട് ഇങ്ങനെ മഗ്‌രിബ് വരെ സമയം കളയുന്നു. മഗ്‌രിബിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഉള്ള എല്ലാ ഓവുപാലത്തിലും ഇരിക്കുന്നു, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. അവസാനം പാതിരാവിന്റെ ഉള്ളറയിൽ ഉറക്കൊഴിച്ചിട്ട് ചുട്ട കോഴിയോ ഏതൊക്കെയോ മസാലയോ അടിച്ചിട്ട് ചുണ്ടിന്റെയും പല്ലിന്റെ ഇടയിൽ ഭസ്മം വെച്ച് കഞ്ചാവും തിരികിയിട്ട് ഇങ്ങനെ വരുന്നു. ഉമ്മതാ ഉറക്കൊഴിച്ചിട്ട് മോന് വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. വന്ന മോനെ മാന്റെ കുട്ടി കിടന്നോളിന്ന് പറഞ്ഞിട്ട് തണുപ്പുണ്ടെങ്കിൽ പൊപ്പം പൊച്ചെടുത്തിട്ട് കൊതുകിനെ ആട്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് പോയി കിടക്കുന്നു. എന്റെ മോനെ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ റബ്ബേ. എന്തിന് കഞ്ചാവിന്റെ കെട്ട് കുറെ വലിക്കാനോ? ബോധമില്ലാത്തൊരു വിഭാഗം വാപ്പമാർ, അന്തമില്ലാത്തൊരു വിഭാഗം ഉമ്മമാർ ഈ കടപ്പുറത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ കുറിച്ചല്ല പറയണത്. ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യങ്ങളെ കുറിച്ച് തന്നെയാണ് പറയണത്. കാരണം അടുത്ത കൊല്ലം നിങ്ങൾ വേദന വിളിക്കാറുള്ളൂ, ഇപ്പത്തെ വേദന നിങ്ങൾ കേൾക്കുമല്ലോ. ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യങ്ങളെ കുറിച്ചാ പറയുന്നത്, ഇവിടെ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷ. വേള് എന്ന് പറഞ്ഞാല് ജാക്കറ്റ് പൊന്തിക്കാനുള്ളതല്ല, ഹക്ക് പറയാനുള്ള. അങ്ങനത്തെ വേളൊന്നും ആരും ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കണ്ട. എല്ലാരും കൂടി 4 അലാസ്റ്റിക്കിന്റെ നീട്ടല് നീട്ടി ഒരു ജാക്കി വിട്ട് ഞാൻ അടുത്ത മാസത്തിൽ മുമ്പ് ഡേറ്റ്, അങ്ങനത്തെ വേള ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കണ്ട. ആരെങ്കിലും അങ്ങനെ പറയണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വേളന്മാരിതാ ഞങ്ങളെ കടമത പൂർത്തിയാക്കുന്നത്. നമ്മളൊക്കെ മരിച്ച് മണ്ണ് പോവല്ലോ. എല്ലാരും ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഒരു ദിവസം ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു വീട്ടിൽ വന്നവരല്ലേ നമ്മള്. വ്യത്യസ്ത ഗർഭാശയങ്ങളിൽ നിന്ന് വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്ന് പറഞ്ഞവരെ നമ്മള്. ഇനി പോകുന്നതും അങ്ങനെയാണ്. ഒരു സമയത്ത് മരിച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് വീണ് കിടന്നു ഒരേ കബറിൽ കിടക്കുന്നവരല്ല. ഞാൻ എല്ലാ രാവിലും എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് വിട പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ എനിക്ക് വാല് കണ്ണൂരായിരുന്നു. ചിലപ്പോൾ കാസർഗോഡും മംഗലാപുരത്തും തിരുവനന്തപുരത്തും കൊല്ലത്തും ഉണ്ടാകാറുണ്ട്. എത്ര ദൂരത്താണെങ്കിലോ ഞാൻ വരുന്നത് വരെ എന്റെ വണ്ടിയുടെ ശബ്ദമെന്ന് കേട്ടാൽ കോളിംഗ് ബെല്ലിന്റെ ആവശ്യമില്ലാതെ എനിക്ക് കതക് തുറന്നു തന്നിരുന്ന എന്റെ ഉമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ല. ഇന്നും എന്റെ വീട്ടിൽ ഉമ്മ കിടന്നിരുന്ന റൂമിൽ മണിക്കൂറുകൾ കടന്നുകൊണ്ട് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഞാൻ സമയം കഴിച്ചിട്ടുണ്ടിരിക്കുമ്പോൾ ഓരോ ആണയും ഉമ്മാനെ ഓർമ്മപ്പെടുത്തുകയാ, ഓരോ അയലും ഉമ്മാനെ ഓർമ്മപ്പെടുത്തുകയാ, ഓരോ മാക്സിയും ഉമ്മാനെ ഓർമ്മപ്പെടുത്തുകയാ. ബാത്റൂമിലേക്ക് അങ്ങ് പോയതാണ്. അങ്ങനെ റൂമിൽ കിടന്ന് ഉറക്കം കിട്ടാതെ പ്രിയപ്പെട്ട വിട പറഞ്ഞ ഉമ്മാന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും ഇന്നുച്ചയ്ക്കും ഞാൻ ഉറക്കത്തെ എനിക്ക് അറിയുകയുള്ളൂ. കാരണം ഞാനൊന്ന് കുറച്ചാ എന്റെ ഉമ്മ എനിക്ക് മരുന്ന് തരുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. എനിക്കൊരു സൗണ്ട് അടപ്പ് വന്നിട്ടുണ്ട്, പ്രസംഗം മുടങ്ങാറില്ല. കാരണം സൗണ്ട് അടഞ്ഞു എന്ന് തോന്നിയാൽ അല്പം മരുന്നുമായി ബന്ധമുള്ള ഉമ്മ അവിടെ നിന്നും ഇവിടെ നിന്നും പച്ചിലകളും കുറ്റിച്ചെടികളൊക്കെ പറിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ആവശ്യമുള്ള അരിഷ്ടവും കലക്കിയിട്ട് ഉമ്മ ഉണ്ടാക്കുന്ന ഗുളികയും കലക്കിയിട്ട് ആ കുറ്റിച്ചെടിയുടെ സത്ത് എനിക്ക് പലപ്പോഴും എന്റെ തൊണ്ടക്ക് ബെസ്റ്റായ സത്ത് എടുത്ത് തന്നുകൊണ്ട് എന്നെ പിഴിഞ്ഞ് എന്നെ തഴകി തലോടി എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകി എന്നെ തീറ്റുപോറ്റിയിരുന്ന ഉമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ലാതെ വാണിയെന്നോ വിശാലമായ പള്ളിക്കാട്ടിൽ അതാ പള്ളിയുടെ പിന്നാമ്പുറത്ത് എന്റെ ഉമ്മാക്കൊരു മീസാനുണ്ട്. അതിന്റെ അടിയിൽ എന്റെ ഉമ്മ ഇന്ന് കിടക്കുകയാണ്.
പലപ്പോഴും ഉസ്താദുമാരോട് ഉമ്മായെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉമ്മായുടെ വിശേഷം പറയുന്ന സമയത്ത് എനിക്ക് എന്റെ കണ്ണ് നിറയാറുണ്ട്. അവർക്ക് കാണാൻ ഉമ്മയുണ്ടല്ലോ, അവർക്ക് സലാം പറയാൻ ഉമ്മയുണ്ടല്ലോ. എല്ലാ പാതിരാവിലും സലാം പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് മടക്കിയിരുന്ന എന്റെ ഉമ്മ ഇന്ന് എനിക്കില്ലല്ലോ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ, വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, പ്രകാശമാക്കി കൊടുക്കണേ അല്ലാ, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് പെങ്ങന്മാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്. എന്നും വീട്ടിൽ ഒരുപോലെ നമ്മൾ മക്കളുമൊത്ത് കഴിയില്ല ഉമ്മ. തസവ്വദ് ഖരീനൻ മീ ഫിഅലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബർ മാ കാന യഅമലു അലാ ഇന്നമൽ ഇൻസാനു ളൈഫുൽ ലിഅഹ്ലിഹി യുഖീമു ഖലീലൻ ബഹും സുമ്മ യർഹലൂ. തസവ്വദ് നീ സമ്പാദിച്ച ഖരീനൻ കൂട്ടുകാരൻ മിൻ ഫിആലിക നിന്റെ പ്രവർത്തനങ്ങളിൽ അല അറിയണേ ഇന്നമൽ ഇൻസാൻ ഏതൊരു മനുഷ്യനും അവന്റെ കുടുംബത്തിൽ അതിഥിയാണ്. വാപ്പാന്റെ മുമ്പിൽ മകൻ ഗസ്റ്റാണ്, മകന്റെ മുമ്പിൽ വാപ്പ അതിഥിയാണ്, ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ അതിഥിയാണ്. ഇന്നലെയും എനിക്ക് പിരിവ് നൽകുന്ന സമയത്ത് ഒരു എഴുത്ത് കിട്ടി, മരിച്ചുപോയ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനായ ആരോഗ്യ ദൃഢാത്രനായ ഒരു ചെറുപ്പക്കാരന്റെ ലെറ്ററാണ് കിട്ടിയത്. എത്ര ദിവസങ്ങളിലാണ് മരിച്ചുപോയ യുവതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിധിക്കപ്പെടുന്നത്. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, മരണത്തിന് പ്രായമില്ല, രോഗം വേണമെന്നില്ല. ഇന്ന് മാറി പിന്നെ തൊട്ടടുത്ത സ്ഥലത്ത് നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോഴുള്ള അനുഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ആ പെങ്ങള് രോഗിണിയല്ല. സമയം സമാഗതമായപ്പോൾ കുഴഞ്ഞു വീണ് ഇന്നാലില്ല. ഈ പറവണ്ണയിലെ കടപ്പുറത്ത് പാവപ്പെട്ട മുതഅല്ലിമിന്റെ അക്ഷരങ്ങൾ ചെകിടുകൊണ്ട് കോർത്തെടുത്തുകൊണ്ട് ജീവിതത്തിൽ മാറ്റത്തിന്റെ പടഹധ്വനി മുഴക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം ഈ സദസ്സിൽ പ്രശോഭിതരായി അതബിൽ മറയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. എന്നും കടലിന്റെ തിരമാലയുടെ ശബ്ദം കേൾക്കൂല, എന്നും കടപ്പുറത്തെ കാറ്റ് കാണൂല, എന്നും ഇളനീര് കുടിക്കാൻ കഴിയില്ല, എന്നും വീട്ടിലുറങ്ങാൻ കഴിയൂല, എന്നും സുഭിക്ഷമായി കഴിക്കാൻ പറ്റൂല, എന്നും രസകരമായി കുടിക്കാൻ പറ്റൂല, എന്നും മക്കളെ കണ്ടിരിക്കാൻ കഴിയില്ല. ഒരു നാള് മരിച്ചുകൊണ്ട് ആരാരുമില്ലാത്ത ആറടിയുടെ ആടിയിലേക്ക് മൂക്കിലൽപ്പം പഞ്ഞുമായി കേവലമായ തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് മൊക്കനെയും ഇട്ടുകൊണ്ട് ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന മണ്ണറയില്ലേ, മേലെ മൂടുകല്ലുകൾ വരുന്നതല്ലേ, അതിന്റെ മേലെ മണ്ണും വാരിക്കോരി നിറച്ചുകൊണ്ട് മക്കളങ്ങ് പിരിയുന്നതല്ലേ. നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനി കടന്നു വരുന്ന ദജ്ജാലിന്റെ അനുയായികളായി നമ്മുടെ വീട്ടിൽ വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്ന മക്കളും പേരക്കുട്ടികളും മാറുമെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ വീട്ടിലെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പഠിപ്പിക്കാൻ നമ്മളൊരു സൗകര്യം ഒരുക്കണേ. അതിന് മഗ്രിബ് ഇശാക്കിടയിലെങ്കിലും 1 മണിക്കൂർ നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയില്ലേ, ആ പള്ളിയിലേക്ക് മക്കളെ വിടണേ.